രാവിലെ തന്നെ ജിഷിനും അനുമോളും അതേപോലെ അഭിലാഷും സംസാരിക്കുന്നുണ്ട്. ആദ്യം ജിഷിനും അനുമോളും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അനുമോൾ പറയുകയാണ്, ഇന്നലെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ പോലും എനിക്കെതിരെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പറഞ്ഞൊരു കാര്യമാണ് ബിൻസിയുടെ കാര്യം. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ തലയിൽ അത് എടുത്തിട്ടു. എന്നിട്ട് എല്ലാവരോടും ഒരുമിച്ച് കൂടി ചേർന്നിട്ട് അതെന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. എനിക്ക് പറയാൻ അറിയാൻ പാടില്ലാഞ്ഞുകൊണ്ടല്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും എനിക്കെതിരെ നിന്നപ്പോൾ എനിക്ക് സങ്കടമായി. അതേപോലെ ബിൻസി വന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടാണ് കാണിച്ചത്. എന്നെ മടിയിലൊക്കെ പിടിച്ചിരുത്തി എന്നെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്തു. അപ്പോഴൊന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അപ്പാനി വന്നപ്പോഴും ഇതേപോലെ തന്നെ. പക്ഷേ അവരെന്ത് അപ്പാനിക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ ഞാൻ അപ്പാനിയുടെ അടുത്ത് ചോദിച്ചു. കാരണം അതേപോലെയായിരുന്നു അവരിവിടെ നിന്നത്. അവൾ കഴിച്ചാൽ ബിൻസി കഴിച്ചാൽ അപ്പാനി കഴിക്കും, അപ്പാനി കഴിച്ചാലേ ബിൻസി കഴിക്കും. അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അത് എൻ്റെ തലയിൽ മാത്രം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. പിന്നെ അതേപോലെ അക്ബർ, ഒന്നും ഇതിനകത്ത് പെടാത്ത അക്ബർ എന്നെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് കർമ്മ എന്ന് പറഞ്ഞ് കൈയടിച്ച് ചിരിക്കായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയാണ്, എടി ഇതിങ്ങനെയാണ്, ഈ ഗെയിം ഇങ്ങനെയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിന്നെ തകർക്കുക എന്നുള്ളതാണ്. ആരാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്? ഇപ്പോൾ അനീഷേട്ടൻ ഇവിടെ കിടന്ന് സംസാരിച്ചാലും അനീഷേട്ടനെ തകർത്തിടും. അനീഷേട്ടനൊന്നും മിണ്ടാത്തതുകൊണ്ടാണ് അനീഷേട്ടനോട് അവർ തിരിച്ച് പറയാത്തത്. അപ്പം നീ നല്ല രീതിക്ക് നിൽക്കുമ്പം നിന്നെ അവർ തകർത്തിടാൻ നോക്കും. പുറത്തുനിന്ന് വരുന്നവരുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. നീ അത് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ബിഗ് ബോസ് ഹൗസിലെ ഗെയിം. പുറത്തുനിന്ന് ഇനി 7 പേരൂടെ വരാനുണ്ട്. അതിൽ പകുതി ആൾക്കാർ നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും അവർ തിരിച്ചു വരുമ്പോൾ നിനക്ക് എതിരെ നിന്ന് കളിക്കും. നിന്നെ എത്രത്തോളം താഴ്ക്കാൻ പറ്റുമോ അത്രത്തോളം അവർ താഴ്ത്താൻ ശ്രമിക്കും. അപ്പം അത് മനസ്സിലാക്കി നിൽക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നീ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വന്ന് ആശ്വസിപ്പിച്ചു ഒരു അനിയത്തി എന്നുള്ള രീതിയിൽ എന്ന് ജിഷിൻ പറയുന്നുണ്ട്. അഭിലാഷ് അത് തന്നെയാണ് പറയുന്നത്. അഭിലാഷാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ പുറത്ത് വരുന്ന ജിസേലായിക്കോട്ടെ ആര്യനായിക്കോട്ടെ അവരൊക്കെ ശ്രമിക്കുന്നത്, ഇവർ കൂട്ടം കൂടി ശ്രമിക്കുന്നത് എന്തായാലും ഒബ്വിയസ്ലി അക്ബർ ജയിക്കണമെന്നായിരിക്കും. അനീഷിനെയോ ഷാനവാസിനെയോ അനുമോൾ ജയിക്കണമെന്ന് ഇവരാരും പറയത്തില്ല. ആദില നൂറ ന്യൂട്രലാണ്. ആദില നൂറേനെ പറയത്തില്ല. അപ്പോൾ അക്ബറാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പം ഒബ്വിയസ്ലി അക്ബറിനെ ജയിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെയോ അല്ലെങ്കിൽ അനീഷിൻ്റെയൊക്കെ എന്ത് കുറ്റം വേണമെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇവർ ആരും മടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അപ്പാനി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്തോട്ട് ബിൻസി ഇങ്ങോട്ടാണ് വരുന്നത്. എന്നിട്ട് അപ്പാനി എന്നെ ഇങ്ങനെ പറഞ്ഞത് ശരിയായോ? അപ്പം നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട്, അവൻ ഡബിൾ സ്റ്റാൻഡ്, അവനെ നീ നോക്കണ്ട, അവൻ ഡബിൾ സ്റ്റാൻഡ്. അവനിപ്പോൾ ഇത് പറയും, പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ മാറ്റി പറയുന്ന ഒരുത്തനാണ് അപ്പാനി. അത് നോക്കണ്ട, എന്തായാലും നല്ല രീതിക്ക് ഗെയിം കളിക്കുക, ഇപ്പോൾ പോകുന്ന പോലെ പോട്ടെ, നെഗറ്റീവ് ആക്കാൻ മാക്സിമം നോക്കും, അതൊക്കെ ആ രീതിയിൽ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ അനുമോളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്.